പ്രൈസ് ലോർഡ്. ബൈബിൾ ചരിത്രങ്ങളിലൂടെ എസ്തേറിൻ്റെ പുസ്തകത്തിലൂടെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജാവായ അഹസ്വേരോസ് രാജാവ് വാഷ്തി രാജ്ഞിക്ക് ശേഷം തൻ്റെ രാജ്ഞിയാകാനായിട്ട് എല്ലാ സൗന്ദര്യമുള്ള യുവകന്യകമാരുടെയും അവസരങ്ങൾ കഴിഞ്ഞു. അവസാനം എസ്തേറിൻ്റെ അബിഹായിലിൻ്റെ ഹദാസ എന്ന പുത്രി എസ്തേർ അവളുടെ ഊഴമായി. മർദക്ക അതീവ സന്തോഷവാനായി. മർദക്കയുടെ ദത്തുപുത്രി. അങ്ങനെ എസ്തേർ അന്തഃപുരത്തിൽ നിന്നും ഷണ്ടനായ ഹെഗായി കൊടുത്ത ആഭരണങ്ങൾ മാത്രം അണിഞ്ഞുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്തില്ല. മേക്കപ്പ്, ലിഫ്റ്റിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല. അവൾ എളിമയോടെ അവളുടെ നാച്ചുറലായിട്ടുള്ള ആ സൗന്ദര്യത്തിൽ അവൾ ഷണ്ടന്മാരോടൊപ്പം ഷണ്ടന്മാർ കൊടുത്ത സാധനങ്ങൾ മാത്രം കൊടുത്തു. അധികം ആഭരണങ്ങളോ ഒന്നും തന്നെ അവൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാനുള്ള അനുവാദം കൊടുത്തിരുന്നു എല്ലാവർക്കും. പക്ഷേ ഇവളൊന്നും എടുത്തില്ല. അവൾ ആ കിട്ടിയതും കൊണ്ട് അഹസ്വേരോസ് രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് വന്നു. അവളെ കണ്ടപ്പോൾ അവിടെ ഇരുന്ന് സദസ്സിലിരുന്ന എല്ലാവരും ഇവളെ കണ്ട് ഇവളുടെ സൗന്ദര്യം കണ്ട് ആശ്ചര്യപ്പെട്ടു. അത്ഭുതപ്പെട്ടു. കണ്ണിച്ചുമ്മാതെ നോക്കി നിന്നു. അത്ര കഴകായിരുന്നു. ചെന്ന ഉടനെ പ്രഭുക്കന്മാരും എല്ലാവരുടെയും ചെറിയവരുടെയും വലിയവരുടെയും ആ ഒരു ഇടയിൽ ആ ഒരു സദസ്സിൽ അഹസ്വേരോസ് രാജാവ് വേറെ ആരോടും ഒരു ആലോചനയും ചോദിക്കാതെ അവളെ കണ്ട ഉടനെ തന്നെ രാജ്ഞിയുടെ കിരീടം അവളുടെ തലയിൽ വെച്ചു കൊടുക്കുകയാണ്. എസ്തേർ എന്നുള്ള പേര് ചൊല്ലി വിളിച്ചുകൊണ്ട് തന്നെയാണ് ആ കിരീടം അണിയിച്ചത്. രാജാവിനെ ഇഷ്ടപ്പെട്ടു. വളരെ സന്തോഷവാനായി. രാജാവിൻ്റെ ആ ഒരു സന്തോഷം അവിടെ പങ്കുവെക്കുകയാണ്. അവിടെയുള്ള എല്ലാ പ്രവിശ്യയിലുള്ള എല്ലാ പ്രഭുക്കന്മാർക്കും അധിപന്മാർക്കും ചെറിയവർക്കും വലിയവർക്കും വലിയൊരു വിരുന്ന് എസ്തേറിൻ്റെ പേരിൽ. രാജാവ് അതീവ സന്തോഷമായിരുന്നു. എല്ലാ പ്രവിശ്യകളിലുള്ള എല്ലാവർക്കും ഇളവുകൾ, നികുതി ഇളവുകൾ, കൂടുതൽ രാജകൊട്ടാരത്തിൻ്റെ തനിക്കുണ്ടായിരുന്ന സമ്പത്തിൻ്റെ നിന്നുള്ള സമ്പത്തിൽ നിന്നുള്ള സമ്മാനങ്ങൾ, സ്വർണങ്ങൾ, രത്നങ്ങൾ, ഇതൊക്കെ വേണ്ടപ്പെട്ടവർക്ക്, ചെറിയവർക്കും വലിയവർക്ക് വരെ. അതാണ് രാജാവിൻ്റെ സ്വന്തം. എസ്തേർ, യഹൂദ സ്ത്രീയായ എസ്തേർ അങ്ങനെ പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ രാജ്ഞിയായി. അവൾ മൂലം യഹൂദ ജനത, എസ്തേർ മൂലം യഹൂദ ജനത, പേർഷ്യൻ സാമ്രാജ്യത്തിലെ പ്രവിശ്യകളിലെല്ലാം ചിഹ്നിച്ച് കിടന്നിരുന്ന യഹൂദ ജനത അനേകം പേര് ഈ ഒരു രാജ്ഞി കാരണം രക്ഷിക്കപ്പെടുകയാണ്. അത് വരുന്നു. എസ്തേർ ഇങ്ങനെ രാജാവിൻ്റെ ആ ഒരു താല്പര്യത്തോടുകൂടി വളരെ സന്തോഷവതിയായിട്ടും രാജാവും സന്തോഷവാനായിട്ടും കഴിയുന്ന ഒരു അവസരത്തിൽ വീണ്ടും ആ യുവകന്യന്മാർക്ക് അവർ പോകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട ഒരു സമ്മാനങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അവർ വീണ്ടും വിളിച്ചു കൂട്ടുന്നൊരവസരത്തിൽ എസ്തേറിൻ്റെ ദത്തുപിതാവ് മർദക്ക രാജ കൊട്ടാരത്തിൻ്റെ പടിവാതിൽക്കൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ രണ്ട് ഷണ്ടന്മാർ രാജാവിനെ, അഹസ്വേരോസ് രാജാവിനെ വധിക്കുവാനായിട്ട് അവരാലോചന നടത്തുന്നത്. ഇവന് പന്തികേട് തോന്നി. അവർ കാര്യങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ ബിഗ്തായും തെരേഷും എന്ന് പറയുന്ന രണ്ട് ഷണ്ടന്മാരായിരുന്നു അവർ. അഹസ്വേരോസ് രാജാവ് വാഷ്തി രാജ്ഞിയെ തടഞ്ഞതിനും അവർക്കുണ്ടായ ആ ഒരു കോപം, പകരം എസ്തേറിനെ തിരഞ്ഞെടുത്തതിനുള്ള കോപം, മൊർദെഖ ഈ രഹസ്യമുടനെ നേരെ എസ്തേറിനെ വിരോധിച്ചു. അഹസ്വേരോസ് രാജാവിനെ
രാജാവിനെ വധിക്കുവാൻ വേണ്ടിയിട്ട് ആലോചന നടക്കുന്നു. ഈ വിവരം എസ്തേർ അഹസ്വേരോസ് രാജാവിനെ അറിയിച്ചു. അഹസ്വേരോസ് രാജാവ് അത് ശരിയാവണമെന്നറിയാനായിട്ട് അവരെ വിളിപ്പിച്ചു. വേണ്ട രീതിയിൽ അവരെ ന്യായാധിപന്മാരുടെ മുമ്പിൽ അവരെ കൊണ്ട് എല്ലാം ചോദിപ്പിച്ച് എല്ലാ വിവരങ്ങളും അറിഞ്ഞു. സംഭവം ശരിയായിരുന്നു. അഹസ്വേരോസ് രാജാവിനോടുള്ള പക, വാഷ്തി രാജ്ഞിക്ക് അവരുമായിട്ടുള്ള ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു പക അഹസ്വേരോസ് രാജാവിനെ വധിക്കുവാൻ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു, അവരെ കഴുമരത്തിലേറ്റുവാൻ. അങ്ങനെ ആ 2 ഷണ്ഡന്മാരെയും കഴുമരത്തിലേറ്റി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി. താങ്ക് യു.